ഹലോ എൻ്റെ പിന്നെ എൻ്റെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ നിഷിത. നിഷിത ഡോക്ടർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒരുപാട് കാലമായി കണ്ടിട്ട് അല്ലേ? ഓക്കെ. ഡോക്ടറിൻ്റെ ഇന്ന് നമുക്ക് അറിയേണ്ടത് വേറൊന്നുമല്ല, കോമൺ ആയിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് ആർത്തവ വേദന. ഈ ആർത്തവം സ്റ്റാർട്ട് ചെയ്താൽ തന്നെ വേദന കൊണ്ട് പൊളയുന്ന, അതായത് നമ്മുടെ വീട്ടുകളിലൊക്കെ സ്ത്രീകളിൽ കാണുന്ന വലിയൊരു പ്രശ്നമാണ്. ആ പ്രശ്നം എന്താണ് ഏതാണെന്നുള്ളതാണ് ഡോക്ടർ ഇന്ന് നമുക്ക് വിശദീകരിച്ച് തരാൻ പോകുന്നത്. ഡോക്ടറെ, എന്താണ് ഈ ആർത്തവ വേദന എന്ന് പറയുന്നത്? ആർത്തവം തുടങ്ങുന്നതനുബന്ധിച്ച് സ്ത്രീകളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ പൊതുവെ ആർത്തവ വേദന എന്ന് പറയുന്നത്. ഇത് പല ഒരു അസുഖമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല, നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു ശാരീരിക അവസ്ഥയായിട്ട് കണക്കാക്കുക വേണ്ടത്. പൊതുവെ ഇത് എല്ലാ മാസങ്ങളിലും പൊതുവെ ചില ആളുകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അത് സഹിക്കാൻ പറ്റാത്ത തരത്തിലാകുമ്പോഴാണ് നമ്മൾ തന്നെ ഡിസ്മെനോറിയ എന്നുള്ള ഒരു ഗണത്തിലേക്ക് പെടുത്താറുള്ളത്. അതിന് എങ്ങനെയൊക്കെയാണ് കാണിക്കാറുള്ളത് വെച്ചാൽ ഭയങ്കര ക്ഷീണം, നടുവേദന, അതെ, ക്ഷീണം, നടുവേദന, ഛർദി, ഓക്കാനം, പിന്നെ വയറ്റിളക്കം, അങ്ങനെ ഒരുപാട് വിഷാദം ആയിട്ട് ചില ആളുകൾ ഭയങ്കര മൂഡ് ഡിസോർഡർ ഒക്കെ ആയിട്ടുണ്ട്. പലപ്പോഴും അറിയാൻ പറ്റും, പല പുരുഷന്മാർക്ക് മനസ്സിലാവുണ്ടാവും സ്ത്രീകളുടെ സ്വഭാവത്തിലൊരു വ്യത്യാസമൊക്കെ വരുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ദിവസമായിരിക്കും. പലപ്പോഴും ഇത് പുരുഷന്മാർക്ക് അറിയുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സംഭവമുള്ള കാര്യമായിട്ടൊന്നും. അപ്പം അങ്ങനത്തെയൊക്കെ സിംറ്റംസ് കൂടുതലായിട്ട് കാണിക്കുക ഈ ഒരു സമയത്തായിരിക്കും. അവർക്ക് അവരുടെ ഡെയിലി റുട്ടീൻസ് ഒക്കെ ചെയ്യാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും ആ ഒരു പീരീഡ്സിൽ അല്ലേ ഡോക്ടറെ? അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് അവർ ഒഴിവാക്കേണ്ടത്? ഭക്ഷണത്തിൽ അവർ ഒഴിവാക്കേണ്ട കാര്യം വെച്ചാൽ ഉപ്പ് ഒഴിവാക്കുക, പഞ്ചസാര ഒഴിവാക്കുക, അതുപോലെ തന്നെ കഫീന്, മദ്യം, ഇതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ കുറേ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ഒരു പീരീഡ് അവരെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? നമ്മൾ അതിനൊരു മാനേജ്മെന്റിന്റെ ഒരു സൈഡ് പറയുകയെന്ന് വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് മാനേജ് ചെയ്യുന്ന ചില കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ജനറൽ മാനേജ്മെന്റ് നമുക്ക് എന്താ വെച്ചാൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക ആ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ വയറിന്റെ ഭാഗത്ത് ചെറുതായിട്ട് മസാജിങ് കൊടുക്കാൻ പറ്റും. പിന്നെ ഹോട്ട് ബാഗ്സ് പിടിച്ചു കൊടുത്താൽ വേദന കുറയ്ക്കാൻ സഹായിക്കും. അതാണ് നമുക്ക് ജനറൽ മാനേജ്മെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ചില ഹോം റെമഡീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ പറയട്ടെ എന്നാൽ. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ഇഞ്ചി ചായ, ഇഞ്ചി ഇതിനൊരു നല്ലൊരു ഘടകമാണ്. അപ്പോൾ ഇഞ്ചി ചായ കുടിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ പേശി ഭാഗത്തുള്ള കൺട്രാക്ഷൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ വേദന നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ആർത്തവം തുടങ്ങണ ആ ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിന് നമുക്ക് എന്താ വെച്ചാൽ കറ്റാർ വാഴയുടെ നീരും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ദിവസവും കഴിക്കുക. ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഒരു 3 to 4 days 5 days ഒക്കെ ഉണ്ടാവല്ലോ, ഫസ്റ്റ് ഡേ മുതൽ ആ ഒരു കാലഘട്ടങ്ങളിൽ ദിവസവും കഴിക്കുക. അതുപോലെ ചിയാ സീഡ്സ് വെള്ളത്തിലിട്ട് കഴിക്കുക. പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ, നമ്മുടെ ചീര, ബ്രൊക്കോളി മാതിരിയുള്ള, കാബേജ് മാതിരിയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നതും ഇത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പപ്പായ നമുക്ക് പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന സാധനമാണ്. ഇങ്ങനെ നമ്മുടെ യൂട്രസിന് വളരെ ആക്ഷനുള്ളൊരു സാധനമാണ് പപ്പായ. അതുപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതെ. അപ്പൊ അതെ, പ്രഗ്നന്റ് ആയ സമയത്ത് കഴിക്കലുണ്ടാന്നാ പറയാ. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് യൂട്രൈൻ കൺട്രാക്ഷൻസ് ഇൻഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേദന കുറയ്ക്കുക ചെയ്യാം പപ്പായ. അപ്പൊ പപ്പായ കഴിക്കുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഡോക്ടറിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഞാൻ ഡോക്ടർ നിഷിത, മലപ്പുറം ജില്ലയിലെ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആണ്. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് പാണ്ടിക്കാട് അല്ലേ? അതെ. അപ്പോൾ എൻ്റെ പൊന്നു സഹോദരിമാരെ, നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോവാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഇതുപോലെയുള്ള ടിപ്പുകളൊക്കെ പരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഭേദം ഉണ്ടാവും എന്നുള്ളത് വളരെ മനസ്സ് തുറന്ന് നമ്മളുടെ അടുത്ത് സ്നേഹത്തോടെ പറഞ്ഞു തന്ന നിഷിത ഡോക്ടർക്ക് ഒരുപാട് നന്ദി. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരുപാട് സഹോദരിമാർ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, അവർക്ക് ഇതൊരു ഉപകാരമാവട്ടെ. അപ്പോൾ അടുത്ത് ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.